ഉത്തരദിനത്തിൽ വലിയൊരു പ്രതിഷേധം നടക്കുകയാണ്. അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം കേരളം കണ്ടതാണ്. നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് ആ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുന്നംകുളത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കണം. അവിടെയുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വീടിന് മുന്നിൽ പോസ്റ്ററുകളൊക്കെ പതിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. പോലീസിന്റെ ക്രൂരമായ മൂന്നാം മുറയായിരുന്നു കഴിഞ്ഞ ദിവസം വ്യക്തമായത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉണ്ടായിരുന്നുവെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ നടപടികൾ ഉണ്ടായിരുന്നില്ല. ഉദ്യോഗസ്ഥരെ സ്ഥലമാറ്റൽ മാത്രമായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പക്ഷേ അതിന് തുടർച്ചയായി നടത്തിയ നിയമ പോരാട്ടം, വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ നിയമ പോരാട്ടം, അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരുടെ വിവരങ്ങളും ആ ദൃശ്യങ്ങളുമൊക്കെ പുറത്തേക്ക് വന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സജീവന്റെ വീടിന് പരിസരത്തേക്കാണ് ഇപ്പോൾ മാർച്ചുമായി എത്തിയിരിക്കുന്നത്. സുജിത്തിനെ മർദ്ദിച്ച CPO സജീവന്റെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് ക്രിമിനലുകൾ, നാടിന് അപമാനം എന്ന പോസ്റ്ററുകൾ പതിച്ചുകൊണ്ട്, വാണ്ടഡ് എന്ന പോസ്റ്ററുകൾ പതിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം ഈ ഓണനാളിൽ തന്നെ നടക്കുന്നത്. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, പോലീസിന്റെ മൂന്നാം മുറ വ്യക്തമാക്കുന്ന പോലീസ് വാഹനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മർദ്ദിച്ചുവെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ, അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ 15-20 മിനിറ്റ് നേരം അയാളെ ക്രൂരമായി ആക്രമിക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ആ ഞെട്ടലിലാണ് കേരളം ആകെ ഉള്ളത്. പഴയ സംഭവമാണെങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി കുറെ കൂടി ഗൗരവം വരികയാണ്. ഈ പ്രതിഷേധം എങ്ങനെയാണ്? തീർച്ചയായും, അതായത് ഈ സംഭവത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങൾ വളരെയേറെ കേരളത്തിലെ ആകെ തന്നെ ഞെട്ടിച്ചൊരു ദൃശ്യങ്ങളായിരുന്നു. CCTV ദൃശ്യങ്ങളായിരുന്നു. പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതിൽ പ്രധാനപ്പെട്ട പ്രതികളായി ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് നൂഹ്മാൻ എന്ന കുന്നംകുളത്തെ അന്നത്തെ SI, അതുപോലെ തന്നെ സന്ദീപ്, ശശിധരൻ, സജീവൻ എന്നിങ്ങനെയുള്ള CPOമാരായിരുന്നു. അതിൽ എല്ലാവരെയും തന്നെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയെങ്കിൽ പോലും ഇപ്പോഴും അവരൊക്കെ തന്നെ ലോ ആൻഡ് ഓർഡറിൽ തന്നെയാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരുടെ ഈ വീടിന് പരിസരത്ത്, ഇതിൽ സജീവന്റെ വീടിന് പരിസരത്താണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം. അതായത് എല്ലായിടങ്ങളിലും പോസ്റ്ററുകൾ പതിക്കുകയാണ്. വാണ്ടഡ് എന്ന് രേഖപ്പെടുത്തുകയും അതിനോടൊപ്പം തന്നെ പോലീസ് ക്രിമിനലുകളെ ഒറ്റപ്പെടുത്തുക, ഇവർ നാടിന് അപമാനമാണ് എന്നുൾപ്പെടെയുള്ള ഒരു പോസ്റ്റർ, അത് കൃത്യമായി അത് വീടിന് പരിസരത്ത് ഒട്ടിക്കുക. അതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാടക്കത്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതിന്റെ ഭാഗമായാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകും. ഇന്നിപ്പോൾ KPC പ്രസിഡന്റ് സ്ഥലത്തെത്തി, ഇന്ന് തൃശ്ശൂരിലെത്തി പറഞ്ഞത് 10-ാം തീയതി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇനിയിപ്പോൾ ഏകദേശം 5 മണിയോടുകൂടി മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്കും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ നേതാക്കളുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ തൃശ്ശൂരിൽ ഉയരുന്നത്.